നിൽക്കുന്നുണ്ട്. ആളുകൾക്ക് കടയിൽ പോകാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയാണ്. വലിയ ക്ഷാമം, ഭക്ഷണത്തിനടക്കം ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളടക്കം ശ്രീലങ്കയിൽ ഇപ്പോൾ ഉണ്ട്. ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വീടുകൾ, കുന്നിൻ പ്രദേശങ്ങളായ കാൻഡി, സുവാര ഏരിയ എന്നിവിടങ്ങളിൽ ആണ് ചുഴലിക്കാറ്റ് വ്യാപകമായ നാശം വിതച്ചത്. കാൻഡിയിൽ മാത്രം 80-ലേറെ പേരാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് പാർവതി, അത്തരത്തിൽ വലിയ ദുരന്തം ശ്രീലങ്ക നേരിടുന്ന സമയത്ത് ഇന്ത്യ ശ്രീലങ്കയെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. തുടക്കം മുതൽ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു കരുതൽ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. വലിയ സഹായം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശ്രീലങ്കയ്ക്ക് ലഭ്യമായി നമ്മൾ കണ്ടതാണ്. വീണ്ടും ആ കരുതൽ ഉണ്ടാകുന്നു, ആ ഒരു ചേർത്ത് പിടിക്കൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വീണ്ടും ആ സഹായം ഏതു തരത്തിലാണ് ലങ്കയിലേക്ക് എത്തുന്നത്? തീർച്ചയായും ഭവ്യ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, ലോകരാജ്യങ്ങളെല്ലാം ശ്രീലങ്കയ്ക്ക് സഹായ ഹസ്തം നീട്ടുന്നുണ്ട്. ഇന്ത്യ ആദ്യ ദിവസം തന്നെ ഓപ്പറേഷൻ സാഗർ ഇതിനായി ആവിഷ്കരിച്ചിരുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ ദുരന്ത ബാധിതർക്കായുള്ള അവശ്യ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, കിറ്റ്, ഹൈജീൻ കിറ്റ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇന്ത്യൻ എയർഫോഴ്സ് ശ്രീലങ്കയിൽ എത്തിച്ചിരുന്നു. ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ സഹായ ഹസ്തം നീട്ടുന്നത്. രാജ്യത്തെ വീണ്ടെടുക്കൽ വേണ്ടി ശ്രീലങ്ക ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ശ്രീലങ്കൻ സർക്കാർ വിദേശ സഹായം തേടിയിട്ടുണ്ട്. സംഭാവനകൾ, രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായി ലോകരാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. ഇന്ത്യ ആദ്യ ദിവസം മുതൽ തന്നെ INS വിക്രാന്ത് അടക്കം ശ്രീലങ്കയുടെ തിരിച്ചുവരവിനായി, ശ്രീലങ്കയ്ക്ക് സഹായം എത്തിക്കുന്നതിനായി വിട്ടു നൽകിയിരുന്നു. മറ്റൊരു കാര്യം, ചുഴലിക്കാറ്റ് മൂലം തമിഴ്നാട്, ആന്ധ്ര തീരങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടങ്ങളിലും ഈ സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളിലും ശ്രീലങ്കയിലുണ്ടായ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്താൽ വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഇന്നലെയും ശക്തമായ മഴയായിരുന്നു. ഇന്ന് മഴയുടെ ശക്തി കുറഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടല്ലൂർ, നാഗപട്ടണം, മയിലാടുംതുറ, വില്ലുപുരം, ചെങ്കൽപ്പെട്ട്, പുതുക്കോട്ടൈ, ഒപ്പം തഞ്ചാവൂർ, തിരുവാരൂർ, അയലൂർ, പെരുമ്പള്ളൂർ, തിരുച്ചിറപ്പള്ളി, ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ, റാണിപ്പെട്ട് തുടങ്ങിയ ജില്ലകളിലെല്ലാം ശക്തമായ മഴയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ ഉണ്ടായത്. 24 മണിക്കൂറിനിടെ വ്യാപകമായ മഴ ലഭിച്ചു. ഇപ്പോൾ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രദേശങ്ങളിലെല്ലാം മഴ പെയ്യുന്നുണ്ട്. ആന്ധ്രയിലും ഈ കനത്ത തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറെടുപ്പുകൾ വ്യാപകമായി നടത്തിയിരുന്നു. ഗർഭിണികൾ അടക്കമുള്ളവരെ വീടുകളിൽ നിന്ന് ആശുപത്രികളിലേക്ക് സർക്കാർ മുൻകൂട്ടി തന്നെ മാറ്റിയിരുന്നു. കാരണം ഒരു ദുരന്തം, ഒരു വലിയ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ പ്രളയം പോലൊരു സാഹചര്യമോ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാനാകില്ലെന്ന തിരിച്ചറിവിലാണ് ഇത്തരം നടപടികൾ സർക്കാരുകൾ തീരുമാനിച്ചത്. ഇപ്പോഴും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ഈ 2 സംസ്ഥാനങ്ങളിലുമുണ്ട്. ഒപ്പം